ഹായ് ഓൾ, നമ്മുടെ CUT എക്സാമിൻ്റെ ഡേറ്റ്സ് റിലീസായിട്ടുണ്ട്. 15th സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാമാണ്. അപ്പോൾ അവിടെ മേജറായിട്ടുള്ള നമ്മുടെ ഡേറ്റുകളെല്ലാം കവർ ചെയ്യുന്നത് 15th 16th ആണ്. അതായത് നമ്മളിപ്പം സയൻസ് ആണ് നോക്കുന്നതെങ്കിൽ കെമിസ്ട്രി, സിമിലർലി ബയോളജി, പിന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ് എല്ലാം 15-16 ഡേറ്റ്സിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ ഈ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ദ വെയിറ്റേജ് ഓഫ് ഫിസിക്സ് ആണ്. അതായത് നിങ്ങൾ ഫിസിക്സ് എക്സാം എഴുതുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കറിയാം 16th നിങ്ങളുടെ ഫിസിക്സിൻ്റെ എക്സാം ഉള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അഡ്മിറ്റ് കാർഡ് റിലീസ് ആകുമ്പോൾ നിങ്ങൾക്ക് അത് അവൈലബിൾ ആവും. അഡ്മിറ്റ് കാർഡ് റിലീസ് ആവുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റിനൊരു 2 or 3 days മുമ്പായിരിക്കും. അത്രയും സമയത്തേ വരുത്തുള്ളൂ. അതിന് മുമ്പ് നിങ്ങൾക്കൊരു സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പൊക്കെ ഉണ്ടായിരിക്കും, എവിടെയാണ് നിങ്ങളുടെ പരീക്ഷ വരുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അറിയാമല്ലോ, അതായത് പെൻ പേപ്പർ മോഡ് എക്സാം ആണ്, OMR ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഈ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് തരാം. എങ്ങനെയാണ്, എവിടെയാണ് പോകേണ്ടത്, എത്ര നേരത്തെ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയാം. സോ അതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ നിങ്ങളുടെ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമുക്കിപ്പം എങ്ങനെ പ്രിപ്പറേഷനെ ഇനി ലാസ്റ്റ് ടൈമിൽ എങ്ങനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്സ് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്സ് കഴിഞ്ഞ 2 വർഷത്തെ CUTൻ്റെ ബേസിൽ ഏതൊക്കെ ചാപ്റ്ററുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ അപ്രോച്ച് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫിസിക്സിന് മൊത്തത്തിൽ 50 ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവുക. അതിൽ 10 ചോദ്യങ്ങൾ, ദാറ്റ് ഈസ് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ നിങ്ങൾ 40 ചോദ്യങ്ങളാണ് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടത്. ടോട്ടൽ സ്കോർ 200-ലാണ്. അതിനർത്ഥം ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് 5 മാർക്കാണ്, +5 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യന് നെഗറ്റീവ് മാർക്കുണ്ട്, അത് -1 ആണ്. അപ്പം അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇതാക്കിയാൽ മതിയാവും. അപ്പം മൊത്തം 40 ക്വസ്റ്റ്യൻസ് 50 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. മൊത്തമായി നിങ്ങൾക്ക് 60 മിനിറ്റ്സാണ് ഫിസിക്സിൻ്റെ എക്സാം എഴുതാനുള്ള സമയം. അത് ഇൻവിജിലേറ്റർ ക്ലാസ്സിൽ പറയുന്നതനുസരിച്ച്, നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്ത് എഴുതാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്കറിയാം CUTൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട്, ദാറ്റ് ഈസ് ഡൊമൈൻ സബ്ജക്ട്സ് എന്ന് പറയുന്നതെല്ലാം നിങ്ങളുടെ +2 സിലബസിൻ്റെ ബേസിലാണ്. പക്ഷേ അവിടെ നിങ്ങൾ ഇപ്പം പഠിച്ച CBSE സിലബസോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആ +2 സിലബസ് അല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സിലബസ് ആയിരുന്നു. അതായത് ഈയിടെ നമ്മുടെ CBSEയും സ്റ്റേറ്റ് ബോർഡ്സ് എല്ലാം കുറച്ച് പോർഷൻസ് എടുത്ത് ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെയല്ല ശരിക്കും നമ്മുടെ CUTൻ്റെ എക്സാമിൽ സിലബസ് പറയുന്നത്. ഡിലേറ്റഡ് പോർഷൻസ് അടക്കം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ CUTൻ്റെ ക്ലാസ്സസ് ഫോളോ ചെയ്തവരൊക്കെ അതൊക്കെ ചിലപ്പോൾ പഠിച്ച് കാണുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു ഫൈനൽ റിവിഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ഇപ്പം മൊത്തം 60 മിനിറ്റ്സ് ഉണ്ട്. അതിൽ 40 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യാൻ 1 മിനിറ്റിലധികം സമയം നിങ്ങൾക്ക് എന്തായാലും കിട്ടും. എന്നാലും കോമ്പറ്റീഷൻ, നിങ്ങളൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ അത്യാവശ്യം ടൈറ്റ് തന്നെയാണ്. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കി വേണം പഠിക്കാൻ. സോ നമ്മളിപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് തുടങ്ങി കമ്മ്യൂണിക്കേഷൻ വരെയാണ് ശരിക്കും നമ്മുടെ ഫുൾ ടോട്ടൽ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ 2 ടെക്സ്റ്റ് ബുക്കാണ് ഫിസിക്സിനുള്ളത്, NCERT ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ പക്ക NCERT ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് ശരിക്കും നിങ്ങളുടെ CUTൻ്റെ ചോദ്യങ്ങളുടെ പാറ്റേൺ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാറ്റേണിൽ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള, ഫിസിക്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, ഡയമെൻഷൻസ് എഴുതാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അതേപോലെ മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും, സിമിലർലി സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുണ്ടാവും. അപ്പം ഒരു വിവിഡ് വെറൈറ്റി ഓഫ് ചോദ്യങ്ങളാണ് ശരിക്കും നിങ്ങൾക്ക് ഒരു എക്സാം ഹാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം കഴിഞ്ഞ കൊല്ലം അല്ല അതിന് മുമ്പിലത്തെ കൊല്ലത്തെ പോലെ ഫിസിക്സിന് ഒരു ദിവസം തന്നെ, അതായത് ഫിസിക്സ് പല ദിവസങ്ങളായി നടത്തുന്ന ഷിഫ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്കീം അല്ല ശരിക്കും. പെൻ പേപ്പർ മോഡ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സ് എന്ന പരീക്ഷ ഒരു സിംഗിൾ ഡേയിൽ തീരും. ആ പരീക്ഷ അവിടെ കൊണ്ട് തീരുന്നതാണ് ശരി. അതുകൊണ്ട് തന്നെ നമുക്കൊരു കഴിഞ്ഞ വർഷത്തെ പോലൊരു ഈക്വൽ വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ എന്നോ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളെന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രഡിക്റ്റബിൾ അല്ല. കാരണം ഒരു സിംഗിൾ എക്സാമേ ഉണ്ടാവുള്ളൂ. എന്നാലും ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് ഇത്രയും കഴിഞ്ഞ എക്സാം പാറ്റേൺസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് വരുന്നത് ശരിക്കും നമ്മുടെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ട് നിങ്ങൾ, അതായത് എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. ഇഫ് യു ആർ എയിമിംഗ് ഫോർ എ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, നിങ്ങൾക്ക് നിർബന്ധമായും എല്ലാ സെക്ഷൻസിൽ നിന്നുമുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ബോധം, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലുള്ളൊരു ഒരു പ്രാക്ടീസ് ഉണ്ടായിരിക്കണം. സോ അവിടെ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസും, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും, കറണ്ട് ഇലക്ട്രിസിറ്റിയും, അത് 3 ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ആണ്. അവിടെ നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു 3 ചോദ്യങ്ങൾ എന്ന രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു പോർഷനാണ് ശരിക്കും ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസും, കറണ്ട് ഇലക്ട്രിസിറ്റിയും. ബാക്കിയെല്ലാം നമുക്കൊരു 2 ചോദ്യങ്ങൾ വെച്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, അതിൽ നിന്ന് തന്നെ ഒരു 2 ചോദ്യങ്ങൾ വെച്ച് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചോദ്യം എന്നുള്ള രീതിയിലായിരിക്കും. മിക്കവാറും എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. 1, 2, 3 ബേസിലായിരിക്കും അവിടെ ചോദ്യങ്ങൾ വരിക.
അപ്പം ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഫിസിക്സിൽ ഈ പറഞ്ഞ പോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 2 കറണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടെന്നല്ല, എന്നാലും നിങ്ങൾ റിവിഷൻ്റെ സമയത്തൊക്കെ ഇതിന് കുറച്ചുകൂടെ സ്ട്രെസ് കൊടുക്കണം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് റയോപ്റ്റിക്സ്. റയോപ്റ്റിക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. റയോപ്റ്റിക്സ് ഒക്കെ ചിലപ്പോൾ പാസേജ് ചോദ്യം, നിങ്ങൾക്കൊരു CUT-ൻ്റെ എക്സാം പാറ്റേണിലൊരു പാസേജ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് 5 ചോദ്യങ്ങൾ വിൽ ബി ഒരു പാസേജ് തരും, ഒരു ചാപ്റ്ററിൽ ഒരു പാസേജ് തരും. അത് റയോപ്റ്റിക്സ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല, പക്ഷെ എന്നാലും പ്രോബബ്ലി ചിലപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വെയിറ്റേജ് ചാപ്റ്ററിൽ നിന്നായിരിക്കും ചിലപ്പോൾ പാസേജ് ക്വസ്റ്റൻസ് വരാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പാസേജ് തന്നിട്ട് ആ പാസേജിൻ്റെ ബേസിൽ ഒരു 5 ചോദ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് വേവ് ഒപ്റ്റിക്സ്, കഴിഞ്ഞ ഷിഫ്റ്റ്സിലൊക്കെ വേവ് ഒപ്റ്റിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്, റയോപ്റ്റിക്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു കമ്പാരിസൺ നടത്തുമ്പോൾ റയോപ്റ്റിക്സ് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ ഒരു ഏരിയയും നിങ്ങൾ കവർ ചെയ്യേണ്ട ഒരു പാഠം തന്നെയാണ്. സോ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ്, റയോപ്റ്റിക്സ്. പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ്, എന്നാൽ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയും. സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് ആൻഡ് സിമ്പിൾ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്. അവിടുന്നും ഒരു 3 അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്കി എല്ലാ ചോദ്യങ്ങളിലും നമുക്കൊരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു 2 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 1 അല്ലെങ്കിൽ അങ്ങനെ ഒരു റേഷ്യോയിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിലാണ് ശരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പം ശ്രദ്ധിക്കേണ്ടതായിരുന്നു, നമ്മളിപ്പോൾ ക്ലാസ്സുകളിലൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പക്കാ NCERT ബേസ്ഡ് ആണ്. നമ്മളൊരു പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ പോയിന്റ് ചിലപ്പോൾ ഡയറക്റ്റ്ലി തന്നെ ചോദിക്കുക. എന്ന് വെച്ചാൽ NCERT മൊത്തം ഇരുന്ന് വായിക്കാൻ നിങ്ങൾക്ക് ഇനി സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും NCERTയിൽ നോക്കേണ്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കുമ്പോൾ NCERTയിലുള്ള ഗ്രാഫുകളൊക്കെ നോക്കിയിട്ട് പോകണം, ഡയറക്റ്റ്ലി ഗ്രാഫുകൾ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, CUT 2022 ഇലക്ട്രോസ്റ്റാറ്റിക്സ് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിൽ നിങ്ങൾ ഇലക്ട്രിക് ചാർജിൻ്റെയും അതേപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെയും ഡിസ്റ്റൻസിനനുസരിച്ചൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് എക്സാക്ട്ലി നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിക്രോം, കോപ്പർ, അതേപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് ടെമ്പറേച്ചറിനനുസരിച്ചുള്ള ഡിപ്പെൻഡൻസി ടെക്സ്റ്റ് തന്നിട്ടുണ്ട്. അത് എക്സാക്ട്ലി നേരെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വോളിയം 1 ആൻഡ് വോളിയം 2 +2 വോളിയം 1 ആൻഡ് വോളിയം 2 കാണുന്ന എല്ലാ ഗ്രാഫുകളും അറ്റ്ലീസ്റ്റ് നോക്കി പോകണം, എങ്ങനെയാണെന്ന് നോക്കണം. കാരണം ഉറപ്പായിട്ടും ഒരു ഗ്രാഫായിട്ടുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഒരു NCERT ചോദ്യം തന്നെ ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് പോവുക. പിന്നെ സമ്മറിയും പോയിന്റ്സ് ടു പോയിന്റർ ഒന്ന് വായിച്ച് വയ്ക്കുക. ചിലപ്പം അതിൽ നിന്നായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വായിക്കുക. ബാക്കിയെല്ലാം നിങ്ങളുടെ നോർമൽ മോഡ് ഓഫ് സ്റ്റഡിയിൽ നിങ്ങൾ പഠിക്കുന്ന പോലെ NCERT വായിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് ഫോളോ ചെയ്തോ ക്ലാസ് ഫോളോ ചെയ്തോ ആണെങ്കിൽ അങ്ങനെ നോക്കിയാൽ മതിയാവും. കാരണം ബാക്കി കൂടുതലും പ്രോബ്ലമാറ്റിക് ചോദ്യങ്ങളായിരിക്കും. മൊത്തത്തിലൊരു 100% 60% കണക്ക് തന്നെയായിരിക്കും. ബാക്കിയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുക. അപ്പം അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുറച്ച് ഡയമെൻഷൻസ് ഉണ്ട്. അതിപ്പം ε0 പെർമിറ്റിവിറ്റി ആയിക്കോട്ടെ, μ0 പെർമിയബിലിറ്റി ആയിക്കോട്ടെ, അതേപോലെ ഇപ്പം കുറച്ച് ഫാക്ടേഴ്സ് കൊയേഴ്സിവിറ്റി, മാഗ്നറ്റൈസേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഡയമെൻഷൻസും ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പം സെക്കൻഡ് ഇയറിൽ പഠിച്ചു വെക്കേണ്ട കുറച്ച് ഡയമെൻഷൻസ് ലിസ്റ്റ് ചെയ്ത് അതും നമുക്കത് വീഡിയോ ആയിട്ടൊക്കെ നമുക്കത് ചെയ്യാം. ഏത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഡയമെൻഷൻസ് ഏതാണ് അങ്ങനെയുള്ളത് അതും എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ നോർമൽ പ്രോബ്ലം ലെവലും ആയിരിക്കും. അപ്പം ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു 3 ചാപ്റ്റേഴ്സിന് നിങ്ങൾ മസ്റ്റായിട്ടും അത് സ്കിപ്പ് ചെയ്യാതെ പോകണം. ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. എന്നാൽ പോലും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്റേഴ്സായിട്ട് നമുക്ക് ഈ 4 ചാപ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഈ 4-5 ചാപ്റ്റേഴ്സിന് നമുക്ക് പ്രധാനമായിട്ട് പറയാവുന്നതാണ്. ബാക്കി എല്ലാത്തൊന്നും ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇറ്റ് വിൽ ബി ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ആയിരിക്കും, റീഡ് പാസേജ് പോലത്തെ ടൈപ്പുകളായിരിക്കും. സോ ഇതാണ് ശരിക്കും നമുക്കൊരു വെയിറ്റേജ് എന്ന് പറയുന്നത്. വെയിറ്റേജ് എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ DU ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ DUവിലൊക്കെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം ഇപ്രാവശ്യം പെർസെൻറ്റേജ് സ്കീം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാട് ഷിഫ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു സിംഗിൾ ഷിഫ്റ്റിലെ ഏറ്റവും ടോപ്പ് സ്കോർ എങ്ങനെയാണ് അതിൽ നിന്ന് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം 200 ആണെങ്കിൽ നല്ലൊരു സ്കോറിലേക്ക് തന്നെ എത്താൻ ശ്രമിക്കുക. അതിന് വേണ്ടിയാണ് നമുക്കിപ്പോൾ നമ്മുടെ ഇതിൽ മോക്കുകളൊക്കെ ഇനി വരുന്നത്. അപ്പോൾ കൂടുതലും മോക്സ് അറ്റൻഡ് ചെയ്യുക. ഇപ്പം തിയറി എല്ലാം പഠിച്ച് കൺസെപ്റ്റ്സ് ഒക്കെ ഓക്കെ ആണെങ്കിൽ പയ്യെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഫിസിക്സിലെ കാര്യങ്ങൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ആവത്തുള്ളൂ. ഫിസിക്സിനെ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ അഗ്രികൾച്ചർ നോക്കുന്നവരായിക്കോട്ടെ, എഞ്ചിനീയറിംഗ് നോക്കുന്നവരായിക്കോട്ടെ, മാത്സ് നോക്കുന്നവരായിക്കോട്ടെ, സ്റ്റാറ്റ് നോക്കുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവർക്കും നിർബന്ധമായും എഴുതേണ്ട ഒരു ഒരു എക്സാമാണ് ശരിക്കും ഫിസിക്സിൻ്റെ പരീക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കെമിസ്ട്രിയും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായും കാര്യങ്ങൾ പഠിച്ചു പോവുക. സോ താങ്ക് യു സോ മച്ച്. ഇനി നമുക്കിനി കെമിസ്ട്രി, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഇനി വരുന്ന ബയോളജി, ഇങ്ങനെ സബ്ജക്ട്സിൻ്റെ എല്ലാം വെയിറ്റേജിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതൊക്കെ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ ഉണ്ടാവും. സോ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി കൂടുതൽ വീഡിയോസായിട്ട് കാണാം. താങ്ക് യു. ബൈ.